അങ്ങനെ ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ സമ്മർദ്ദങ്ങൾ കീഴ്പ്പെട്ടെന്നൊന്നും വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു NSSന്റെ ഒരു വിധി വന്നു. ആ വിധി വന്നതിന് ഞാൻ ആ കേസിന്റെ ചരിത്രമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിന്റെ വിധി, ഡിവിഷൻ ബെഞ്ചിന്റെ വിധി, അങ്ങനെയുള്ള കുറെ കേസുകൾ മാനേജ്മെന്റും വിദ്യാർത്ഥികൾ അധ്യാപകരും ഒക്കെ തന്നെ കൊടുക്കുന്നത് എല്ലാം ഉണ്ട്. അപ്പോ NSS മാത്രമാണ് ഇങ്ങനെ ഒരു വിധിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ പോയത്. അപ്പൊ NSSന് അനുകൂലമായിട്ട് ഒരു വിധി കിട്ടിയപ്പോൾ അതിൽ എല്ലാ പേർക്കും എല്ലാ മാനേജ്മെന്റിനും കൊടുക്കണമെന്നുള്ള കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ വീണ്ടും ഒന്ന് ആലോചിച്ചു, എല്ലാവർക്കും കൊടുക്കേണ്ടതാണ് ന്യായമെന്ന് മനസ്സിലാക്കി അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടു. അതല്ലാതെ പ്രത്യേക ആരെയും പ്രോത്സാഹിപ്പിച്ച കാര്യമില്ല. അത് തുടരും. ഇപ്പൊ ജില്ലാ സമിതി രൂപീകരിച്ചിട്ടുണ്ട്, സംസ്ഥാന സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ രണ്ട് സമിതികളും ഈ നിയമനം വേഗതയിലാക്കുന്നതിന് വേണ്ടിയാണ്. സർക്കാർ മുമ്പേ പറഞ്ഞൊരു നിലപാട് 5000 ഒഴിവുകളുണ്ട്, പക്ഷേ സ്കൂൾ മാനേജ്മെന്റുകൾ ഇതുവരെ 1500 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് സർക്കാർ പറഞ്ഞിരുന്നു. ആ ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴും നിലനിൽക്കുകയല്ലേ? അപ്പോൾ എങ്ങനെ പ്രായോഗികമായ പരിഹാരം വരും? പ്രായോഗികമായ പരിഹാരം ഇങ്ങനെയൊക്കെ നടക്കാൻ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഇങ്ങനെയൊക്കെ പ്രായോഗികമായ പരിഹാരം നടത്താൻ പറ്റുള്ളൂ, വേറെ ഒന്നും നടത്താൻ പറ്റില്ല. അത് തീരുമാനിച്ചിട്ടില്ല. അതായത് കോടതിയിൽ കഴിഞ്ഞ ശേഷം നമുക്ക് ആലോചിക്കാം. 16-ാം തീയതി അല്ലേ കോടതി വെച്ചത്? വലിയ മാനേജ്മെന്റുകളല്ലാതെ ഈ ഇൻഡിവിജ്വൽ മാനേജ്മെന്റുകൾ ചില പ്രയാസങ്ങൾ, നിയമനത്തിൽ ചില പ്രയാസങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് LP മുതൽ ഹയർ സെക്കൻഡറി വരെ ഒരു യൂണിറ്റായി പരിഗണിച്ച് സിവിൽ സ്റ്റേഷൻ നിയമനം നടത്താറുണ്ട്. അപ്പൊ അത്തരം ഇളവ് കൂടി നമ്മൾ കോടതിയിൽ ആവശ്യപ്പെടും. അതെന്താണ്ട് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള നിയമനത്തിൽ ഒന്നും നമുക്ക് കൈകടത്താനുള്ള അവകാശമൊന്നുമില്ല. സിംഗിൾ മാനേജ്മെന്റ് ആണെങ്കിൽ ഈ പറഞ്ഞവരോട് പ്രയാസങ്ങളുണ്ട്. അവർക്ക് പ്രയാസം എന്ന് പറഞ്ഞാൽ പറയുന്നത് പ്രയാസമൊന്നുമില്ല. അവർ സുപ്രീം കോടതിയിലൊക്കെ പോകാനുള്ള പ്രയാസമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഭിന്നശേഷി നിയമനം അവർക്ക് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി പറ്റില്ല. അത് നടപ്പിലാക്കിയല്ലേ പറ്റൂ. അതിപ്പം സിംഗിൾ മാനേജ്മെന്റിന് ഒരു ഭിന്നശേഷി നിയമം, വലിയ മാനേജ്മെന്റിന് ഒരു ഭിന്നശേഷി നിയമമൊന്നുമില്ല. എല്ലാവരും ഒറ്റ നിയമമേ ഉള്ളൂ. സമാനമായ സൊസൈറ്റികൾക്കും ഇത് ബാധകമാണ് എന്നുള്ളത്. പക്ഷേ സർക്കാർ പറയുന്നത് ഇത് NSSന് മാത്രമാണ് ബാധകമെന്നുള്ളത് വ്യാഖ്യാനിക്കുകയും അതിന് സമാനമായിട്ടൊരു ലീഗൽ അഡ്വൈസ് വാങ്ങിക്കുകയും അത് മറ്റുള്ള മാനേജ്മെന്റുകൾ വരക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ഒരു വസ്തുതയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ധൃതി പിടിച്ച് ഈ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി യോഗം ചേർന്ന് തീരുമാനിക്കേണ്ട ഒരു കാര്യമില്ല. ഒന്നത് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്നുള്ള ഇതിന്റെ ഈ വിഷയത്തിൽ തൽപരരായിട്ടുള്ള ആൾക്കാർ പറയുന്ന നിയമോപദേശമല്ല കേൾക്കേണ്ടത്. ഞങ്ങൾക്ക് നിയമോപദേശം തരുന്നതിന് വേണ്ടിയുള്ള കോമ്പറ്റന്റ് അതോറിറ്റിയുണ്ട്. അവർ പറയുന്ന നിയമോപദേശമാണ് ഞങ്ങൾ കേട്ടിരിക്കുന്നത്. ആ നിയമോപദേശത്തിൽ എന്തെങ്കിലും പെശകുണ്ടെങ്കിൽ അവർക്ക് കോടതി സമീപിക്കാമല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നത യോഗങ്ങൾ ഈ ഭിന്നശേഷികളുടെ രജിസ്ട്രേഷൻ കൂട്ടാനും നിയമനത്തിൽ വിളിച്ചിരുന്നുണ്ട്. അതിനുശേഷം രജിസ്ട്രേഷൻ മറ്റു നടപടികളുടെ കാര്യത്തിലായിരുന്നു കുറച്ച് വന്നിട്ടുണ്ട്. നിലവിലെ ഏഴ് സ്കൂളുകളുടെ മാനേജ്മെന്റുകളുടെ ആകെ എണ്ണം വെച്ചാൽ 4999 ആണ്. ഭിന്നശേഷി നിയമനത്തിനായി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത മാനേജ്മെന്റുകളുടെ എണ്ണം 1329 ആണ്. സംസ്ഥാനത്തെ 7 സ്കൂളുകൾ നാളിതുവരെ നിയമനം നൽകിയ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ എണ്ണം 1503 ആണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മുഖേന നിയമനം നൽകിയവരുടെ ഭിന്നശേഷിക്കാരുടെ എണ്ണം 1109 ആണ്. ഇനിയും റിപ്പോർട്ട് ചെയ്യാൻ അവശേഷിക്കുന്ന മാനേജ്മെന്റുകളുടെ എണ്ണം 3670 ആണ്. ഇനിയും റിപ്പോർട്ട് ചെയ്യാൻ അവശേഷിക്കുന്ന ഭിന്നശേഷിക്കാരുടെ നിയമനത്തിനായുള്ള ഒഴിവുകളുടെ ആകെ എണ്ണം 5129 ആണ്. ഭിന്നശേഷി നിയമനത്തിന് വേണ്ടി രൂപീകരിച്ച സമിതിയിൽ ഓരോ ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ കണക്ക് 1332 ആണ്. ഈ കണക്കും പൂർണ്ണമല്ല, അപൂർണമാണ്.
അവരുടെ അഭിപ്രായം. എനിക്ക് അഭിപ്രായമൊന്നുമില്ല. ഭിന്നശേഷിക്കാരുടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് അവരുടെ അഭിപ്രായം. ഇപ്പം ഇപ്പൊ എഴുതിയൊരു തീരുമാനം കുറച്ചുകൂടി നേരത്തെ ആകാമായിരുന്നില്ല. അപ്പൊ ഇത്രയും ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കണല്ലോ. അപ്പൊ ഈ സുപ്രീം കോടതിയുടെ NSS മാനേജ്മെന്റിന് അനുകൂലമായിട്ടുള്ള ഉത്തരവ് വരുന്ന സമയത്ത് ക്ലാരിഫിക്കേഷൻ ഹർജി സുപ്രീം കോടതിക്ക് തന്നെ നൽകിയത് മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാണോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ക്ലാരിറ്റി വരുത്താൻ സുപ്രീം കോടതിയോട് ആവശ്യപ്പെടാമായിരുന്നില്ലേ? കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പിന്നെ അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമുള്ളൂ. ഒരു ഇത്രയും വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നം, ആ പ്രശ്നത്തിന്മേലൊരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായിട്ട് വരുന്ന സമയം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. പ്രശ്നത്തിന്റെ ഗൗരവം കണ്ടുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി തന്നെ സംസ്ഥാനത്തെ ടോപ്പ് ഓഫീസേഴ്സിന്റെ യോഗം വിളിച്ചുകൂട്ടി തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. അതിന്റെ കണക്ക് എടുത്തിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഒരു കണക്ക് ഇപ്പോഴും ഞാൻ പിന്നെ പറയാം. അവർക്കെല്ലാം ഇപ്പം ഏതാണ്ട് എനിക്ക് തോന്നുന്നൊരു 16,000-ഓളം വരുന്ന ആൾക്കാർ ഡെയിലി വേസിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം. അവർക്കെല്ലാം ഡെയിലി വേസ് ശമ്പളം കൊടുക്കുന്നുണ്ട്. ഇല്ല, അങ്ങനെ പിന്നെ നിയമാനുസരണം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ട് കൊടുത്തിട്ടുള്ള ഒന്നുപോലും പെൻഡിങ്ങിലില്ല.